ഫ്രണ്ട്സ്, HURL പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനന്റ് വാക്കൻസിയാണ്. നമുക്ക് 1.5 ലക്ഷം മുതൽ 2 ലക്ഷത്തിന് മുകളിലേക്ക് സാലറി മന്ത്ലി കിട്ടാവുന്ന പോസ്റ്റാണ്. പിന്നെ അത്യാവശ്യം അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റ് ആയിട്ട് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാൻ പറ്റുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ ഉർവരക് ആൻഡ് റസായൻ ലിമിറ്റഡ് എന്ന് പറയുന്ന HURL ഇതൊരു ജോയിന്റ് വെഞ്ചർ ആണ്. അതായത് IOCLൻ്റെയും NTPCൻ്റെയും CLൻ്റെയും FCLൻ്റെയും ആൻഡ് HFCLൻ്റെയും ഒക്കെ ഒരു സംയുക്ത സംരംഭമാണ്. 15/4/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അഡ്വർടൈസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 2 കാറ്റഗറി ഉണ്ട്. എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇവിടെ നമുക്ക് NUS എന്ന് പറയുന്ന ഒരു കാറ്റഗറി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സിക്യൂട്ടീവിൻ്റെ അതിൽ വേക്കൻസി ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ മാനേജർ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 40 ഏജ് ലിമിറ്റ് വരുന്നത്. 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. എനി ഡിസിപ്ലിനാണ് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു BA or BTech അല്ലെങ്കിൽ അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഡിസിപ്ലിൻ ആയാലും മതി. അത് ഇന്ന സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ഇന്ന ഡിസിപ്ലിൻ പറയുന്നില്ല. ഓക്കെ, 60% മാർക്ക് വേണം. ഇനി നിങ്ങൾക്ക് MBA ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് മെറ്റീരിയൽ മാനേജ്മെൻറ്റിൽ 60% മാർക്ക് കൂടി MBA ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ്റെ ആവശ്യമില്ല. ഇനി അതുമല്ല, നിങ്ങൾക്ക് PG ഡിപ്ലോമ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് 60% മാർക്ക് കൂടി കഴിഞ്ഞവരാണെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള PG ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് സ്പെഷ്യലൈസേഷനോട് കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് മേഖല എന്നുള്ളതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് എഞ്ചിനീയർ അതുപോലെ സീനിയർ എഞ്ചിനീയർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 8 വേക്കൻസിയാണ് ടോട്ടൽ. എഞ്ചിനീയറിൽ 30 ഏജ് ലിമിറ്റ് വരുന്നത്. സീനിയർ എഞ്ചിനീയർ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലുള്ള ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് വേണം. എഞ്ചിനീയർ ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും ഇനി നിങ്ങൾക്ക് സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 4 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി അടുത്ത് അസിസ്റ്റന്റ് മാനേജർ അതുപോലെ ഡെപ്യൂട്ടി മാനേജറാണ്. ഇതിൽ നമുക്ക് ടോട്ടൽ 8 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലുള്ള ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. 60% മാർക്ക്. അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ്. ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത് എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി ഈ 2 നോക്കാം ആദ്യം. എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 30 ഏജ് ലിമിറ്റ്. എഞ്ചിനീയർ സീനിയർ 32 അതിൽ 7 വേക്കൻസി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലുള്ള ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക. 60% മാർക്ക്. എഞ്ചിനീയർ ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്ത അസിസ്റ്റന്റ് മാനേജർ അതുപോലെ ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ നിങ്ങൾക്ക് 6 വേക്കൻസിയാണ് ടോട്ടൽ. 35 ഏജ് ലിമിറ്റ് വരുന്നത്. ഡെപ്യൂട്ടി ആണെങ്കിൽ 37. ഇനി ഇവിടെ നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലെ 60% മാർക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ മതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്തത് എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അതിൽ 8 വേക്കൻസിയാണ് എഞ്ചിനീയർ കാറ്റഗറിയിൽ. മറ്റേത് 6 വേക്കൻസി. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിൽ ആണ് അപ്ലൈ ചെയ്യുന്ന 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. സീനിയർ എഞ്ചിനീയർ 4. ഇതിന് അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് എഞ്ചിനീയർ, നിങ്ങൾക്ക് ഇവിടെ 30 ഏജ് ലിമിറ്റ് വരുന്ന 5 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ അതല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇവിടെ കുറേ കാറ്റഗറി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീരിയൽ നമ്പർ 6 മുതൽ സീരിയൽ നമ്പർ 6 നിങ്ങൾക്കിവിടെ കാണാം. എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ, ഡെപ്യൂട്ടി മാനേജർ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസികളും കാണട്ടെ നിങ്ങൾക്ക്. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ഇത് അവിടെ ഓരോന്നിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രോസസ് കൺട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഡിസിപ്ലിൻ ഉണ്ട് കേട്ടോ. ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ അതിലേതെങ്കിലും നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഓരോന്നിൻ്റെയും ആവശ്യമുള്ളത്. അതായത് ഇപ്പം എഞ്ചിനീയർ എന്ന് പറയുന്നത് തസ്തികയിലേക്കാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. പിന്നീട് നിങ്ങൾക്ക് സീനിയർ എഞ്ചിനീയർ ആണെങ്കിൽ 4 വർഷത്തും വേണം. അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ 7. ദെൻ ഡെപ്യൂട്ടി മാനേജർ ആണെങ്കിൽ 9 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് എഞ്ചിനീയർ അതുപോലെ സീനിയർ എഞ്ചിനീയർ ആണ്. ഇതിൽ 32 ഏജ് ലിമിറ്റ് വരുന്നത്. 7 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് 60% മാർക്കോടുകൂടി. എഞ്ചിനീയർ ആണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. സീനിയർ എഞ്ചിനീയർ ആണ് 4 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിന് അഡീഷണൽ ചീഫ് മാനേജർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയുള്ള 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ജസ്റ്റ് ഗ്രാജുവേഷനാണ്. 60%, 16 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്ത സീനിയർ മാനേജർ മെക്കാനിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ് 42 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം.
ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 60% മാർക്കുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 14 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ മാനേജറാണ്, ഇതിൽ നിങ്ങൾക്ക് 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇലക്ട്രിക്കൽ ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. 60% മാർക്ക് മതി. ഒരു വേക്കൻസിയാണ്, 40 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഇനി NUS കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കെമിക്കലാണ് വിളിച്ചിരിക്കും. 30 ഏജ് ലിമിറ്റ്. 25 വേക്കൻസി ഇതിലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡിപ്ലോമ മതി, 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ മതി. പറയുന്ന കെമിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജിയിലോ അല്ലെങ്കിൽ കെമിക്കൽ പ്രോസസ് ടെക്നോളജിയിലുള്ള 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി BSc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. BSc PCM ആയിരിക്കണം കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നിങ്ങൾ ഈ പറയുന്ന BSc കഴിഞ്ഞവർക്ക് 50% മാർക്കോട് BSc കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇതിൽ നിങ്ങൾക്ക് 30 ആണ് ഏജ് ലിമിറ്റ് വരുന്ന. 5 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമയാണ്. 50% മാർക്കോടുകൂടി 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡാണ്, മെക്കാനിക്കലാണ്. ഇതിൽ 30 ആണ് ഏജ് ലിമിറ്റ്. 3 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ. 50% മാർക്ക് വേണം. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇതിനടുത്ത് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 4 വേക്കൻസി ഉണ്ട്. 30 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 50% മാർക്ക് വേണം. 5 വേക്കൻസി ഉണ്ട്. ഇതിനടുത്ത് ജൂനിയർ എഞ്ചിനീയർ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റേഷനിലാണ്. 10 വേക്കൻസി ഉണ്ട്. 30 വയസ്സിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് കൂടെ കാണാം ഒട്ടനവധി ഡിസിപ്ലിൻ. ഇതിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ 50% മാർക്കോട് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയുമാണ്. അപ്പോൾ ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയുള്ള വേക്കൻസിയാണ്. എങ്കിലും നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കിയാൽ ഇത്തരത്തിൽ നമുക്ക് പെർമനൻറ്റ് വേക്കൻസികൾ വിളിക്കാറുണ്ട്. നല്ല സ്കെയിലാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ സ്കെയിൽ കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്കിവിടെ കാണാം. ഇതിൻ്റെ CTC കാണാം അവിടെ. ഓക്കെ, അപ്പോൾ അഡീഷണൽ ചീഫ് മാനേജറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം 34.10 lakh per annum ആണ്. അതായത് നമുക്ക് അത്യാവശ്യം ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ സാലറി പ്രതീക്ഷിക്കാവുന്ന വേക്കൻസിയാണത്. അതുപോലെ സീനിയർ മാനേജർ ആണെങ്കിലും നിയർ 3 ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് സാലറി ഉണ്ടാവും. മാനേജർ ആണെങ്കിലും ഒരു 2 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് സാലറി ഉണ്ടാവും. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന കാണാൻ തന്നെ നമുക്ക് എന്താണ് നിയർ നമുക്കൊരു ഏകദേശം ഒരു 70,000 ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന വേക്കൻസിയാണ്. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്കാൻഡ് ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ മറ്റു ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഏജ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 31/3/2025 കണക്കാക്കിയാണ് നിങ്ങൾ കണക്കാക്കേണ്ടത്. നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുൻപ് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നമ്മൾ 20 GB 50 GB ഫോട്ടോ സിഗ്നേച്ചറൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ മാർക്ക് ഷീറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ 15/4 മുതലാണ്. ഏപ്രിൽ 15 മുതൽ നിങ്ങൾക്ക് മെയ് 6 വരെ ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ കട്ട് ഓഫ് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു 31/3 ഏജ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കട്ട് ഓഫ് ഡേറ്റ് 31/3/2025 ഇനി ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിലെ GOCയിലെ ജുലാനിലേക്ക് നിങ്ങൾ വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ കാണാം HURL എന്ന് കാണാം. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. HURL എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാനിവിടെ HURL ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് അതിൻ്റെ നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ലോഗിൻ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ക്ലിക്ക് ടു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. പിന്നെ എക്സ്പീരിയൻസ് മറ്റു കാര്യങ്ങൾ, പിന്നെ പ്രിവ്യൂ, അങ്ങനെ ഫൈനൽ. ഇതിലേക്ക് അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിനാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലൈസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൽ നമ്മുടെ വാട്സപ്പ് ടീം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ടീമുണ്ട്. നമുക്ക് ഡാറ്റ എൻട്രി ടീമുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.